ഞാനേ പറയാൻ പോകുന്നത് ആണുങ്ങളെ പറ്റിയാണേ. അതായത് ഞാൻ എന്റെ അനിയന്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു മൂഡില്ലടാ, ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കും അല്ലേന്ന്. അപ്പോ അവൻ അപ്പൊ തന്നെ എന്റെ അടുത്ത് പറയാട്ടോ, നിങ്ങൾക്ക് മാത്രം എന്തു പറഞ്ഞാലും ഒരു ഹോർമോണൽ ഇഷ്യൂസ്, ഞങ്ങൾക്ക് എന്താ ഇതൊന്നും ഇല്ലേന്ന്. ഞാൻ ആദ്യം ഇങ്ങനെ നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞ സത്യല്ലേ, നമുക്ക് പിന്നെ എല്ലാം കുറച്ച് കൂടുതലാണ് ഹോർമോൺസിന്റെ സംഭവങ്ങളൊക്കെ. പീരീഡ്സ് ആയാല്, പീരീഡ്സിന്റെ മുന്നേ, പീരീഡ്സ് കഴിഞ്ഞാല്, പ്രഗ്നന്റ് ആയാല്, പ്രഗ്നന്റ് കഴിഞ്ഞാല്, പ്രഗ്നന്റിന്റെ ഇടയില്, സത്യമാണ്, അതൊക്കെ ഉള്ളതാട്ടോ. അതൊന്നും ഇനി ഇല്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കും പറയും വേണ്ടേ. എപ്പോഴും നമുക്ക് ഇങ്ങനെയാണ്. നമുക്ക് ഇനിയിപ്പം മടി വന്നാലും നമ്മൾ പറയും, എന്താ പറയാ, ഹോർമോണൽ ഇഷ്യൂസ് ആണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയൂലേ. നമുക്ക് പിന്നെ കുറച്ച് കൂടുതൽ ഹോർമോൺസ് ആണ്. ആ മൂഡ് സ്വിങ്സ് ഇതൊക്കെ നമുക്ക് സ്വന്തം അവകാശപ്പെട്ട സംഭവമാണ്. നമുക്ക് ഇങ്ങനെ കരയാനൊക്കെ നല്ല ഫ്രീഡാണല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ, കരയാം, ചിരിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാലോ. പക്ഷെ ഈ ആണുങ്ങൾക്ക് എന്താ പറയാ, നീ ആണാണിടാ, നീ കരയാൻ പാടില്ല, നീ ചിരിക്കാൻ പാടില്ല, നീ ആണാണ്, നീ അത് ചെയ്യാൻ പാടില്ല, നീ ആണാണ്, ഇത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഉണ്ടിട്ട് അങ്ങനെയൊക്കെ. എന്നാലും പറയട്ടെ, അപ്പൊ ഇവർക്ക് ഈ കരയാൻ വന്നാ കരയാൻ പറ്റൂല, ചിരിക്കാൻ വന്നാ ചിരിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ്. നമുക്ക് പിന്നെ കരച്ചിലും ചിരിയൊക്കെ കുറച്ച് കൂടുതലാ. ഭാഗ്യല്ലേ. ഇവരുണ്ടല്ലോ ഇടങ്ങാറാവാണേ. ഇവർക്ക് ശരിക്കും കരയാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാലും ഈ ആണുങ്ങൾക്കും ഇല്ലേ ഇമോഷൻ. അല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കേ, ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മാനത്ത് നിങ്ങൾ പൊട്ടി വീണതാണോ അല്ലെ? അവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ചതാണ്. അവർക്കും ഉണ്ട് സിസ്റ്റേഴ്സ്, വൈഫ്. ഇവരും പെണ്ണുങ്ങളെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നേ അല്ലേ? അപ്പോ ഇവർക്കും എല്ലാ തരം ഇമോഷൻസും ഉണ്ട്. പക്ഷെ അവര് പ്രകടിപ്പിച്ചാൽ അതൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളൊരു പാവങ്ങളാ. അപ്പൊ എനിക്ക് ഈ ആണുങ്ങളോട് ഇന്ന് പറയാനുള്ളത് എന്താണെന്നറിയാം? എന്റെ അനിയ, നിന്നോടും കൂടെയാ പറയട്ടെ. നിങ്ങൾ കരഞ്ഞോടാ. നിങ്ങൾക്ക് കരയാൻ തോന്നുമ്പോ നിങ്ങൾ കരഞ്ഞോ, നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുമ്പോ നിങ്ങൾ ചിരിച്ചോ. നമുക്ക് ഒരുമിച്ച് കരയാൻ ചിരിക്കൊക്കെ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. അല്ല പിന്നെ